കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളികൾക്കായുള്ള തെരച്ചിൽ സർക്കാരിനെ പ്രശംസിച്ച് ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോ തോമസ് ജെ നെറ്റോ മത്സ്യത്തൊഴിലാളി വിഷയത്തിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വ്യക്തതയോടെയും ഉത്തരവാദിത്തോടെയുമാണ് പ്രതികരിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. തീരദേശ സുരക്ഷയ്ക്കും വികസനത്തിനുമായി സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന നല്ല പ്രവർത്തനങ്ങൾക്ക് രൂപതയുടെയും ജനങ്ങളുടെയും പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്നും ആർച്ച് ബിഷപ്പ് വ്യക്തമാക്കി. ഇതിനിടെ നീണ്ടകരയിൽ കടലിൽ കാണാതായ ഗൗതം കൃഷ്ണയുടെ വീട്ടിലെത്തി മുഖ്യമന്ത്രി കുടുംബത്തെ ആശ്വസിപ്പിച്ചു. ഗൗതം കൃഷ്ണയെ കാണാതായ 11ാം ദിവസമാണ് മുഖ്യമന്ത്രിയുടെ സന്ദർശനം. പരമാവധി സംവിധാനങ്ങളെ ഏകോപിപ്പിച്ചാണ് തെരച്ചിൽ തുടരുന്നതെന്നും പ്രതികൂല സാഹചര്യങ്ങൾ ഒഴികെ എല്ലാ ദിവസവും തെരച്ചിൽ നടത്തുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. എനിക്ക് പറയാനുള്ളൊരു കാര്യം, സഭ ഈ ലോകത്തിലാണ്, ഈ ചരിത്രത്തിലാണ്. എല്ലാ മനുഷ്യരുടെയും ദുഃഖങ്ങളും വേദനകളും സങ്കടങ്ങളും ആകുലതകളും സഭാ മക്കളായ നമ്മുടെ ഓരോരുത്തരെയും ആകുലതകളാണ്. നമ്മുടെ മത്സ്യത്തൊഴിലാളികളെ കാണുവാനില്ലാത്ത വാർത്തയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നീണ്ടകരയിലെ വീട്ടിൽ സന്ദർശിച്ചിട്ട് വന്നു. പത്രപ്രവർത്തകർ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം വളരെ ക്ലാരിറ്റിയോടുകൂടി അദ്ദേഹം ഉത്തരം പറഞ്ഞു. എന്നോട് പറയുകയായിരുന്നു 10 ദിവസത്തിനുള്ളിൽ ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യുവാനുള്ള കാര്യങ്ങളെ കുറിച്ച് അങ്ങയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ ഈ ഗവൺമെന്റിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞങ്ങൾ എല്ലാവരും അകമഴിഞ്ഞ പിന്തുണയും ദൈവത്തോട് ഇവയെല്ലാം വിജയപ്രദമായി നടക്കുള്ള പ്രാർത്ഥനകളും ഈ അവസരത്തിൽ നേരുകയാണ്. അതേസമയം വിഴിഞ്ഞത്ത് കാണാതായ മത്സ്യത്തൊഴിലാളി ജോണിന്റെ വീട്ടിലെത്തിയ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമുയർത്തി. രക്ഷാപ്രവർത്തനത്തിൽ വീഴ്ചയുണ്ടായെന്നും ബി.ജെ.പി. നേതാവ് രാജീവ് ചന്ദ്രശേഖറിനോട് കേന്ദ്ര സഹായം തേടേണ്ടി വന്നത് വിചിത്രമാണെന്നും അദ്ദേഹം ആരോപിച്ചു. സർക്കാർ വീഴ്ച തിരുത്തി തെരച്ചിൽ കൂടുതൽ ശക്തമാക്കണമെന്നും പിണറായി വിജയൻ ആവശ്യപ്പെട്ടു.